ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എങ്ങോട്ടാണെന്ന് അറിയില്ലേ. സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് നമ്മൾ നല്ലൊരു ഓണം വൈബിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, കുഞ്ഞിപ്പെണ്ണിൻ്റെ സ്കൂളിലെ ഓണാഘോഷ പരിപാടിയാണ്. അതിനായിട്ട് നമ്മൾ ഫാമിലിയായിട്ട് പോകണം. കുഞ്ഞിപ്പെണ്ണും വൈദും ഒരേ സ്കൂളിലാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഇതേ അനുവേണ്ണന് അച്ഛനും ഒഴികെ ഞങ്ങളെല്ലാവരും ഉണ്ട്. എല്ലാവരും ഇതേ നമ്മൾ സ്കൂളിലേക്ക് പോകണം. ഇപ്പോൾ കുഞ്ഞൊക്കെ ഇവിടെ സെൽഫി എടുക്കുന്നു, റീൽസ് എടുക്കുന്നു, ഭയങ്കര പരിപാടിയൊക്കെയാണ്. എല്ലാ കുട്ടികളും പട്ടുപാവാടയൊക്കെ ഇട്ട് ഭയങ്കര കളർഫുള്ളായിട്ട്, അതുപോലെ തന്നെ പയ്യന്മാരാണെങ്കിൽ വെള്ള മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട്, അതുപോലെ ഇതേ ടീച്ചേഴ്സും പേരൻസും ഒക്കെ ചേർന്ന് പൂക്കളത്തിനായിട്ടുള്ള പൂവുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ നമ്മുടെ ശബരിചേട്ടൻ എന്ന് പറയട്ടെ, ശബരിചേട്ടനാണ് അവിടുത്തെ ഏറ്റവും നല്ല സൂപ്പറായിട്ട് പൂക്കളം ഡിസൈൻ ചെയ്യുന്ന ആളും ആളുടെ അവിടെ കുട്ടികളുടെ തന്നെ രക്ഷിതാക്കളാണ് കൂടെയുള്ളത്. അവരെല്ലാം കൂടി ചേർന്നിട്ട് ഇതേ പൂക്കളം ഗ്രാൻഡായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ചെറുതായിട്ട് നമ്മൾ ഇട്ട് തുടങ്ങിയാലും നല്ല അടിപൊളി ആവാറുണ്ട് എല്ലാ വർഷവും. അപ്പോൾ ഇതേ വൈദുക്കുട്ടിക്ക് ചെറിയൊരു ജലദോഷമൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നാലും അവളും ഓക്കെയാണ്, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. കുഞ്ഞിപ്പെണ്ണിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. പക്ഷെ നമ്മൾ നാളെ കട്ടപ്പനയ്ക്ക് പോകുന്നതുകൊണ്ട് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടും സ്കൂൾ ഇന്ന് അടയ്ക്കുന്നതുകൊണ്ടും മിഠായിയൊക്കെ കുട്ടികൾക്കും കൂട്ടുകാർക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തലേ ദിവസം തന്നെ ഇതേ പായസം ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സാജി ചേട്ടൻ, നമ്മുടെ വസുവിൻ്റെ അച്ഛൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പായസം റെഡിയായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എല്ലാ വർഷവും ഇതുപോലെ ടീച്ചേഴ്സും പേരൻസും ഒക്കെ ചേർന്നിട്ടാണ് വയ്ക്കുന്നത്. ഇതേ നല്ല രീതിയിൽ ഇളക്കി നമ്മുടെ അരിപ്പായസം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അത്തപ്പൂക്കളം ഫിനിഷ് ചെയ്തു. അതെടുക്കാൻ പറ്റിയില്ല, എൻ്റെ കയ്യിൽ ഫോൺ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. കുഞ്ഞോട് എടുത്തു തരാൻ പറഞ്ഞിട്ട് കുഞ്ഞ് കളിയായിരുന്നു. അതിന് ശേഷം ഫൈനൽ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ചിരാത് കത്തിച്ച് വെക്കുകയാണ് കേട്ടോ അത്തപ്പൂക്കളത്തിന് ചുറ്റും. ലാസ്റ്റ് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അത്തപ്പൂക്കളെല്ലാം ഫിനിഷായി കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല മഞ്ചിരാത് നമ്മൾ ദീപം തെളിയിച്ച് ഐശ്വര്യപൂർണ്ണമായിട്ട് നമ്മളിതാ തുടങ്ങിക്കഴിഞ്ഞു. സമ്മേളനമൊക്കെ ആരംഭിച്ചു. വളരെ ഗംഭീരമായിട്ട് പരിപാടികളൊക്കെ നല്ല സൂപ്പറായിട്ട് നടന്നു കേട്ടോ. എല്ലാ കുട്ടികളുടെയും പെർഫോമൻസും അതുപോലെ തന്നെ ഒക്കെ ഉണ്ടായിരുന്നു. അനിയൻ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ സ്റ്റേജിലുണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണിൻ്റെ ആശംസ പ്രസംഗം ഉണ്ടായിരുന്നു. എല്ലാം ഭംഗിയായിട്ട് പറഞ്ഞു. ഇതേ വലിയ കുട്ടികളുടെ തിരുവാതിരകളി ഉണ്ടായിരുന്നു. അങ്ങനെ ഓണത്തിൻ്റെ വൈബ് വീണ്ടും ഉണർത്തുന്ന നമ്മുടെ ഓണം മൂഡ് ഉണർത്തുന്ന അടിപൊളി പ്രോഗ്രാംസ് നമ്മുടെ സ്കൂളിലെ കുരുന്നുമണികൾ ടീച്ചേഴ്സ് നല്ല രീതിയിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും പാട്ടും ഓണപ്പാട്ടും LKG ക്ലാസ് മുതൽ എല്ലാവരുടെയും നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. ഇത് ഓണം മൂഡ് എന്നുള്ള അടിപൊളി ഫ്യൂഷൻ ഡാൻസ്, നമ്മുടെ ട്രെൻഡി ഡാൻസും കൂടെ ആയപ്പോഴത്തേക്കും ഒന്നും പറയണ്ട, അതിഗംഭീരമായിട്ട് നമ്മുടെ പരിപാടികൾ നല്ല മൂഡിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. രാവിലെ നമുക്കൊരു 10 മണിയോടുകൂടി തുടങ്ങി 1 മണി 1:30 കൂടിയിട്ട് കഴിയും എല്ലാ വർഷവും. പക്ഷേ അത്രയും നേരം എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തു. എല്ലാവരും ക്ഷീണിച്ച് അതിൻ്റെ എനർജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പായസം പങ്കുവെച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പായസം കുടിക്ക് ശേഷം എല്ലാവരും പിരിയും കേട്ടോ. പിന്നെ നമുക്കിത് കഴിഞ്ഞിട്ട് കുഞ്ഞിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഇന്ന് വൈകിട്ടാണ്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ചില ബിരുദന്മാർ ചുറ്റൂരുന്ന് ശല്യം ചെയ്യുന്നുണ്ട് കേട്ടോ, കുഞ്ഞി സെറ്റും ഒക്കെ. അതാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ സ്കൂളിലെ ഓണാഘോഷ പരിപാടി ഇത്രേ ഉള്ളൂ. നല്ല എൻജോയ് ചെയ്ത് നമ്മൾ പായസമൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ.